രാജ്യത്ത് സ്വർണത്തിന്റെയും വെള്ളിയുടെയും വിലകൾ കുതിച്ചുയരുകയാണ്. സ്വർണം പിടിവിട്ട് കുതിക്കുമ്പോഴും വെള്ളിയും കൂടെ ഉയരുകയാണ്. ഇങ്ങനെ പോയാൽ വെള്ളിയെ 1,86,000 മുതൽ 1,88,000 രൂപ വരെ എത്തിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. രൂപയുടെ മൂല്യം കുറയുകയും ആഗോള സൂചകങ്ങൾ അനുകൂലമായി മാറുകയും ചെയ്തതോടെ രാജ്യത്ത് സ്വർണത്തിന്റെയും വെള്ളിയുടെയും വിലകൾ കുതിച്ചുയരുകയാണ്. ഇന്നലെ സ്വർണത്തിന്റെയും വെള്ളിയുടെയും വില ഉയർന്നിരുന്നു. ദുർബലമായ രൂപയുടെ മൂല്യവും അടുത്ത ആഴ്ച അമേരിക്കയിൽ നിരക്ക് കുറയുമെന്ന പ്രതീക്ഷകളും ഇതിന് സഹായകമായിട്ടുണ്ട്. മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ 2 ലോഹങ്ങളും ശക്തമായ ഒരു നോട്ടിൽ തുറന്ന രാവിലത്തെ സെഷൻ മുഴുവൻ ഉറച്ചു നിൽക്കുകയാണ്. യുഎസിൽ നിന്നുള്ള പുതിയ സാമ്പത്തിക ഡാറ്റ നേരിയ മാന്ദ്യത്തെ സൂചിപ്പിക്കുന്നതിനാൽ സ്വർണവും വെള്ളിയും വർദ്ധിച്ചു വരികയാണെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഫെഡറൽ റിസർവ് ഉദ്യോഗസ്ഥരുടെ അഭിപ്രായങ്ങൾ 25 ബേസിസ് പോയിന്റ് നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷകളെ ശക്തിപ്പെടുത്തിയിട്ടുമുണ്ട്. 90.10 രൂപയിലേക്കുള്ള $US വിലയിലെ കുത്തനെയുള്ള നീക്കമാണ് ആഭ്യന്തര സ്വർണത്തിന്റെ ശക്തിക്ക് പ്രധാന കാരണമെന്നാണ് വിദഗ്ധരുടെ വിശദീകരണം. ആഗോള സ്വർണ്ണവില സ്ഥിരത കൈവരിച്ചാലും സ്വർണം ഇറക്കുമതി ചെയ്യുന്നതിനാൽ ദുർബലമായ രൂപ സ്വാഭാവികമായും പ്രാദേശിക വില ഉയർത്തും. അതേസമയം വെള്ളി 1.21% ഉയർന്ന് കിലോയ്ക്ക് 1,83,799 രൂപയിലുമെത്തി. 1,84,000 രൂപയ്ക്ക് മുകളിലുള്ള സ്ഥിരമായ നീക്കം വെള്ളിയെ 1,86,000 മുതൽ 1,88,000 രൂപ വരെ എത്തിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. മറ്റ് രാജ്യങ്ങളിൽ ആഭ്യന്തര ആഗോള ഘടകങ്ങളുടെ മിശ്രിതത്തിൽ നിന്ന് സ്വർണവും വെള്ളിയും ശക്തി പ്രാപിക്കുകയാണ്. രൂപയുടെ ബലഹീനത ഇറക്കുമതി ചെയ്യുന്ന ലോഹങ്ങളുടെ വില ഉയർത്തുന്നുണ്ട്. അതേസമയം US നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷകൾ അന്താരാഷ്ട്ര സ്വർണ വെള്ളി വിപണികളെ പിന്തുണയ്ക്കുന്നതാണ്. കറൻസികളും ആഗോള സിഗ്നലുകളും വിലയേറിയ ലോഹങ്ങളെ അനുകൂലിക്കുന്നതിനാൽ സമീപഭാവിയിൽ വിലകൾ ഉറച്ചു നിൽക്കുമെന്ന് തന്നെയാണ് വിശകലന വിദഗ്ധരും പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.